എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹാൻഡ് ബീറ്റർ, അതായത് ഇലക്ട്രിക് ബീറ്ററൊന്നും ഇല്ലാതെ കൈവച്ചിട്ട് എങ്ങനെയാണ് അടിപൊളി ക്രീമി ആയിട്ടുള്ള ഡാൽഗോന കോഫി തയ്യാറാക്കി എടുക്കുന്ന നോക്കാം. നമ്മൾ ഇതിനു മുൻപ് ഇട്ട വീഡിയോയിൽ ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു. കുറച്ച് പേർക്കൊക്കെ ഡൗട്ട്സും ഉണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മൾ ഈ ഒരു കോഫി എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുക്കേണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. കോഫി പൗഡർ രണ്ട് രീതിയിലുണ്ട്. ഫിൽറ്റർ കോഫിയുണ്ട്, ഇൻസ്റ്റൻറ്റ് കോഫിയുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി കോഫി ആക്കിയതിന് ശേഷം അത് ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ള വലിയ വലിയ തരികളാണ്. അതിനെയാണ് ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് പറയുന്നത്. അത് ഒരുപാട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന കോഫിയല്ല, നമുക്ക് ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്ക് അത് അലിഞ്ഞു വരും. അപ്പോൾ ആ രീതിയിലുള്ള കോഫി പൗഡറാണ് ഈ ഒരു കോഫിക്ക് വേണ്ടത്. നമ്മൾ അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറെങ്കിലും എടുത്തിരിക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോഫി പൗഡറിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് മിനിമമാണ്. ഈ ഒരു കോഫിക്ക് അത്യാവശ്യം കുറച്ചൊരു കയ്പുള്ള കോഫിയാണ്. നിങ്ങൾക്ക് കയ്പ് ഒരുപാട് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ എല്ലാം 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ സ്പൂൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 15 ml ആണ്. അത് 3 ടീസ്പൂൺ ചേർന്നതാണ് 1 ടേബിൾ സ്പൂൺ. അപ്പം നമ്മുടെ സ്പൂണിൻ്റെ അളവും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു കോഫി നല്ലതായിട്ട് സ്റ്റിഫായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് ബീറ്റ് ചെയ്യാൻ പോകുന്നത് കൈവച്ചിട്ടാണ്. അപ്പോൾ കൈവച്ചിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഫി ബീറ്റ് ചെയ്യാനായിട്ട് ഫോർക്ക് എടുക്കാം, സ്പൂൺ എടുക്കാം, അതുപോലെ തന്നെ വിസ്കും എടുക്കാം. അപ്പോൾ ഇതുപോലൊരു വിസ്ക് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ക്രീമി ആയിട്ടുള്ള കോഫി കിട്ടും. അപ്പോൾ ഇത് കുറച്ച് സമയം എടുത്തൊന്ന് ബീറ്റ് ചെയ്യാം. കറക്റ്റ് 10 മിനിറ്റ് മതി. ഞാൻ ടൈമർ വെച്ചിട്ട് ഇത് നോക്കിയതാണ്. 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല ക്രീമി ആയിട്ട് വരും. നമ്മൾ ഇലക്ട്രിക് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ വരും. ഒരുപാട് പേര് കൈ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മിക്സിയിൽ ട്രൈ ചെയ്യുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ഇതുപോലെ കൈ വെച്ചിട്ട് ചെയ്യുന്നതാണ്. മിക്സിയിൽ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത്ര ഫ്ലഫി ആയിട്ട് വരില്ല. കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിക്സി ഉപയോഗിക്കാം. പക്ഷേ കൈ വെച്ചിട്ട് ചെയ്യുന്നതാണ് പെർഫെക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തപ്പോൾ നല്ല ക്രീമി ആയിട്ട് ഈ ഒരു ക്രീം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു വിസ്കിൽ നിന്ന് താഴേക്ക് വീഴാത്ത രീതിയിൽ ഇതുപോലെ ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് ഇനി നമുക്ക് പാലിൽ മുകളിലായിട്ടിടാം. ചൂടുപാലും എടുക്കാം, തണുത്ത പാലും എടുക്കാം. അപ്പോൾ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ചൂടുപാലാണ്. ചൂടുപാൽ വേണമെങ്കിൽ വെള്ളവും പഞ്ചസാരയും വേണമെങ്കിൽ ഇടാം. ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം കപ്പിലെടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ഈ തയ്യാറാക്കിയ ക്രീം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. തണുത്ത പാലാണെങ്കിൽ എടുക്കുമ്പോൾ അതിൽ ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്താണ് അത് കുടിക്കേണ്ടത്. അപ്പോൾ മിക്സ് ചെയ്ത് കുടിക്കാം. അതുപോലെ തന്നെ ഇത്രയും കോഫി ക്രീം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറേശ്ശെ കോഫി ക്രീം എടുത്തിട്ടും ഇത് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരുമാതിരി ഡൗട്ട്സൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ട്, അപ്പോൾ ഇനിയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഫേസ്ബുക്ക് പേജിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ID-യിലേക്കോ സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ പേരുടെ ടെസ്റ്റിമോണിയൽസ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.